മാലിന്യക്കൂമ്പാരമായി ആധുനിക അറവുശാല. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് ജംഗ്ഷനും മനക്കലപ്പടിക്കുമിടയിൽ സംസ്ഥാന പാതക്കരികിലായി സ്ഥിതി ചെയ്യുന്ന ആധുനിക അറവുശാലയാണ് മാലിന്യം നിറഞ്ഞ ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുന്നത്. എടവിലങ്ങിൽ പെരുന്തോടിനു കുറുകെയുള്ള നടപ്പാലം തകർന്നു. 9-ാം വാർഡിൽ ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച കോൺക്രീറ്റ് പാലമാണ് തകർന്നത്. ഗുരുവായൂർ ദേവസ്വത്തിൽ കൊമ്പന്മാർക്ക് സുഖചികിത്സ തുടങ്ങി. മന്ത്രി കെ രാജൻ ആനയ്ക്ക് ആദ്യ ഉരുള നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മാലിന്യക്കൂമ്പാരമായി ആധുനിക അറവുശാല. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് ജംഗ്ഷനും മനക്കലപ്പടിക്കുമിടയിൽ സംസ്ഥാന പാതക്കരികിലായി സ്ഥിതി ചെയ്യുന്ന ആധുനിക അറവുശാലയാണ് മാലിന്യം നിറഞ്ഞ ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുന്നത്. കോടികൾ ചിലവിട്ട് ആരംഭിച്ച സ്ഥാപനത്തിലെ മാലിന്യങ്ങൾ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്ത് പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കണമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെട്ടു. 25 വർഷങ്ങൾക്ക് മുൻപ് പ്രവർത്തനം ആരംഭിച്ച അറവുശാലയുടെ നിർമ്മാണം പൂർത്തീകരിച്ച് 2023 ഉദ്ഘാടനം നടത്തിയത് വാർഡ് മെമ്പറെ അറിയിക്കാതെയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. നിർമ്മാണ കാലയളവിൽ ലക്ഷക്കണക്കിന് രൂപയുടെ മെഷീനറികൾ കളവ് പോയിട്ടും അതിനെതിരെ യാതൊരു നടപടിയും അധികാരികൾ സ്വീകരിച്ചിരുന്നില്ല. തന്നെയുമല്ല, 38 ലക്ഷം രൂപ എസ്റ്റിമേറ്റ് ഇട്ട് തുടങ്ങിയ പ്രവൃത്തി പണി പൂർത്തീകരിച്ചപ്പോൾ കോടിക്കണക്കിന് രൂപ അധിക ചിലവുമായി. ഈ സംരംഭത്തിന് എത്ര രൂപ ചിലവായി എന്നറിയാൻ ജില്ലാ പഞ്ചായത്തിൽ വിവരാവകാശം വെച്ചപ്പോൾ കൃത്യമായ കണക്ക് ലഭ്യമല്ല എന്ന മറുപടിയാണ് ലഭിച്ചത്. കോടികൾ ചിലവാക്കി പണി കഴിപ്പിച്ച ഈ ആധുനിക അറവുശാലയിൽ അതുമായി ബന്ധപ്പെട്ട യാതൊരു പ്രവർത്തനവും നടക്കുന്നില്ല. അറവുശാല മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിനുള്ള ടാങ്കുകളുടെ സ്ലാബുകൾ തകർന്ന അവസ്ഥയിലുമാണ്. കൂടാതെ ഹരിതകർമ്മസേന ശേഖരിച്ച മാലിന്യങ്ങൾ അറവുശാലയിലും പരിസരത്തും കുന്നുകൂട്ടിയിട്ടിരിക്കുകയാണ്. ഈ മാലിന്യങ്ങൾ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്ത് കോടികൾ മുടക്കി തുടങ്ങിയ ഈ സ്ഥാപനം പൂർണ്ണമായി പ്രവർത്തന സജ്ജമാക്കണമെന്ന് വാർഡിലെ കോൺഗ്രസ് പ്രവർത്തകരായ അബ്ദുൾ നിസാർ, സക്കീർ കോൽപ്പറമ്പിൽ, ജസീൽ പിച്ചത്തറ, അനിൽ തോണിയിൽ എന്നിവർ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, വെള്ളാങ്കല്ലൂർ. എടവിലങ്ങിൽ പെരുന്തോടിനു കുറുകെയുള്ള നടപ്പാലം തകർന്നു. 9-ാം വാർഡിൽ ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച കോൺക്രീറ്റ് പാലമാണ് തകർന്നത്. പെരുന്തോട്ടയിൽ അടിഞ്ഞുകൂടിയ കുളവാഴ JCB ഉപയോഗിച്ച് നീക്കം ചെയ്യുന്നതിനിടയിൽ ഒഴുക്ക് വർദ്ധിച്ച് മണ്ണിടിഞ്ഞാണ് പാലം നിലംപതിച്ചത്. പെരുന്തോടിനോട് ചേർന്ന് നിൽക്കുന്ന KSEBയുടെ ഹൈടെൻഷൻ പോസ്റ്റും അപകടാവസ്ഥയിലാണ്. 300ഓളം കുടുംബങ്ങൾ കാൽനടയാത്രയ്ക്കായി ഉപയോഗിക്കുന്ന പാലം 2003 നാട്ടുകാർ നിർമ്മിച്ചത്. അധികൃതരുടെ കെടുകാര്യസ്ഥതയാണ് പാലം തകരാൻ കാരണമെന്ന് വാർഡ് മെമ്പർ ഹരിദാസൻ മാങ്കറ ആരോപിച്ചു. ഇത് നാളിതുവരെയായി. ഇപ്പോൾ മഴക്കാലം, തോട്ടിലൊക്കെ വെള്ളം കൂടി ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന അവസ്ഥ വന്ന സമയത്താണ് ഇവിടെ ക്ലീനിങ്ങുമായിട്ട് വന്നത്. സ്വാഭാവികമായും കുളവാഴ അടിഞ്ഞത് നീക്കം ചെയ്യുന്നതിനിടയ്ക്കാണ് ഒരു സൈഡിലേക്ക് ഒഴുക്ക് ശക്തി പ്രാപിക്കുകയും ഈ തോടിൻ്റെ സൈഡ് മണ്ണ് മുഴുവനായി ഒലിച്ചു പോയി പാലം ഇടിയുന്ന അവസ്ഥയുണ്ടായത്. തീർച്ചയായിട്ടും ഇത് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ചയുടെ ഫലമായിട്ടാണ്. ഈ പ്രദേശത്തെ പാവപ്പെട്ട ജനങ്ങൾ 300ഓളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഒരു നടപ്പാലമാണിത്. 2003 ഇവിടുത്തെ ജനങ്ങളെല്ലാവരും കൂടി സഹകരിച്ച് അവർക്ക് യാത്രാ സൗകര്യത്തിന് വേണ്ടി ഇവിടേക്ക് പൊതു റോഡിലേക്ക് പോകുന്നതിനുള്ള ഏക ആശ്രയം പ്രധാനപ്പെട്ട ഒരു റോഡിലേക്ക് ക്ഷേത്രമുണ്ട്. ഇതിലേക്ക് എല്ലാം തന്നെ പോകുന്നതിന് പ്രധാനപ്പെട്ട ഒരു വഴി ഇതായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ പാലം നിർമ്മിച്ചത്. പക്ഷേ ഇപ്പോൾ എന്തോ ദൗർഭാഗ്യവശാൽ ഈ പാലം ഇടിയുന്ന അവസ്ഥയുണ്ടായി. പാലം തകർന്ന സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ പറഞ്ഞു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കോൺഗ്രസ് ഭരിക്കുന്ന ചാലക്കുടി നഗരസഭയിൽ നടന്ന കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷത്തിന് നേരെ അസഭ്യ പ്രയോഗങ്ങളുമായി സ്ഥിരം സമിതി അധ്യക്ഷൻ. കൗൺസിൽ യോഗത്തിലുണ്ടായ വാക്കേറ്റത്തിനിടയിൽ സ്ഥിരം സമിതി അധ്യക്ഷൻ KV പോൾ പലവട്ടം പ്രതിപക്ഷാംഗങ്ങൾക്ക് നേരെ കയ്യേറ്റത്തിന് ശ്രമം നടത്തി.
നഗരസഭയിലെ വിവിധ വാർഡുകളിൽ അനധികൃതമായി സ്ഥാപിച്ച 295 വഴിവിളക്കുകളുടെ ക്രമവൽക്കരണത്തിനായി നഗരസഭ KSEBയിൽ 15,75 ലക്ഷം അടച്ചിരുന്നു. എന്നാൽ മുഴുവൻ വഴിവിളക്കുകളുടെ ക്രമവൽക്കരണം നടത്തിയില്ലെന്ന് മാസങ്ങൾക്ക് മുൻപ് നടന്ന കൗൺസിലിൽ നഗരസഭാ ചെയർമാൻ അടക്കമുള്ളവർ ആക്ഷേപമുന്നയിച്ചിരുന്നു. എന്നാൽ ഇന്നലെ നടന്ന കൗൺസിൽ യോഗത്തിൽ ക്രമവൽക്കരണത്തിനും പുതിയ ലൈനുകൾ സ്ഥാപിക്കുന്നതിനുമായി 18 ലക്ഷം രൂപയുടെ പുതിയ എസ്റ്റിമേറ്റ് അനുവദിക്കണമെന്ന അജണ്ട ചർച്ചയ്ക്കെടുക്കാത്തതോടെയാണ് തർക്കങ്ങൾക്ക് തുടക്കമായത്. വാർഡുകളിൽ പുതിയതായി വലിക്കുന്ന ലൈനുകളുടെ തുക അടയ്ക്കുന്നതിൽ എതിരല്ലെന്നും കഴിഞ്ഞ വർഷത്തെ സ്ട്രീറ്റ് ലൈറ്റ് വലിച്ചതിന്റെ ക്രമവൽക്കരണത്തിന്റെ പേരിൽ വീണ്ടും പണം നൽകരുതെന്നും പ്രതിപക്ഷ ലീഡർ CS സുരേഷ് ആവശ്യപ്പെട്ടു. എന്നാൽ ചെയർമാനിൽ സമ്മർദ്ദം ചെലുത്തി സ്ഥിരം സമിതി അധ്യക്ഷൻ അജണ്ട പാസാക്കിയെന്നും അടുത്ത അജണ്ട എടുക്കാനും ആവശ്യപ്പെട്ടു. ഇതിനെ പ്രതിപക്ഷത്തെ VJ ജോജി ചോദ്യം ചെയ്തതോടെ ഇരുവരും തമ്മിലുള്ള വാക്കേറ്റത്തിന് തുടക്കമായി. സഭ്യമല്ലാത്ത രീതിയിലുള്ള സ്ഥിരം സമിതി അധ്യക്ഷന്റെ പ്രയോഗങ്ങൾ ചോദ്യം ചെയ്ത് പ്രതിപക്ഷാംഗങ്ങൾ എത്തിയതോടെ യോഗം ബഹളമയമായി. നിയന്ത്രണം വിട്ട സ്ഥിരം സമിതി അധ്യക്ഷൻ സഭയെ നാണിപ്പിക്കുന്ന തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തുകയും പലവട്ടം കയ്യേറ്റത്തിന് മുതിരുകയും ചെയ്തു. അസഭ്യപ്രയോഗത്തിനെതിരെ നഗരസഭാ ചെയർമാൻ താക്കീത് നൽകി. റവന്യൂ ടവർ, മിനി ടൗൺ ഹാൾ അടക്കമുള്ള വികസനത്തിനായി പോട്ടയിൽ പൊന്നും വിലയ്ക്ക് വാങ്ങിയ ഭൂമിയിൽ ഒരു വാർഡിന്റെ വയോജന മന്ദിരം നിർമ്മിക്കാൻ ഭൂമി വിട്ടു നൽകണമെന്ന ആവശ്യത്തിൽ പ്രതിപക്ഷം വിയോജിപ്പ് രേഖപ്പെടുത്തി. ഈ കൗൺസിലിലെ മുൻ ചെയർമാനടക്കം സുമനസ്സുകളിൽ നിന്നും പണം സ്വരൂപിച്ചാണ് വയോജന മന്ദിരത്തിനുള്ള സ്ഥലം കണ്ടെത്തിയതെന്നും അത്തരത്തിൽ സ്ഥലം കണ്ടെത്തുകയാണ് വേണ്ടതെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ആവശ്യം ഉന്നയിച്ച വാർഡ് കൗൺസിലറുടെ പിതാവ് നഗരസഭയ്ക്ക് നൽകിയ ഭൂമി കയ്യേറ്റക്കാരിൽ നിന്നും ഒഴിപ്പിച്ച് അവിടെ വയോജന മന്ദിരം നിർമ്മിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. കൗൺസിലിൽ അസഭ്യവാക്കുകൾ ഉപയോഗിച്ച സ്ഥിരം സമിതി അധ്യക്ഷനെതിരെ നടപടിയെടുക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു. ബിജി സദാനന്ദൻ, KS സുനോജ്, ബിന്ദു ശശികുമാർ, ഷൈജ സുനിൽ, TD എലിസബത്ത്, ലില്ലി ജോസ്, VO പൈലപ്പൻ, ബിജു S ചിറയത്ത്, AB ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. കേന്ദ്ര സർക്കാർ നിർദ്ദേശം രാഷ്ട്രീയമായി എതിർത്തെങ്കിലും സ്കൂൾ വിദ്യാഭ്യാസത്തിൽ ഹിന്ദി പഠനത്തിന് പ്രാമുഖ്യം നൽകി സംസ്ഥാന സർക്കാർ. മലയാളത്തിനും ഇംഗ്ലീഷിനും പുറമെ ഹിന്ദിയിലും വിദ്യാർത്ഥികൾ ഉയർന്ന നൈപുണ്യം നേടാൻ ഗുണമേന്മ വിദ്യാഭ്യാസത്തിനുള്ള മാർഗരേഖ ലക്ഷ്യമിടുന്നു. ഹിന്ദി, കമ്പ്യൂട്ടിംഗ് ഉൾപ്പെടെ കുട്ടികളെ പ്രാപ്തരാക്കാനുള്ള അക്കാദമിക് മാസ്റ്റർ പ്ലാൻ സ്കൂളുകൾ ആസൂത്രണം ചെയ്യണം. ഹിന്ദി വായിക്കാനും എഴുതാനും സംസാരിക്കാനുമുള്ള പ്രാപ്തി കുട്ടികൾക്ക് ഉണ്ടാക്കാനുള്ള പഠന പ്രവർത്തനങ്ങൾ സ്കൂൾ തലത്തിൽ ഏറ്റെടുക്കണം. ഇതിനായി ഹിന്ദി ക്ലബ്ബ് ഊർജിതമാക്കുന്നതിനു പുറമെ ഹിന്ദി സിനിമകൾ കാണാനും കുട്ടികൾക്ക് അവസരമൊരുക്കും. എല്ലാ കുട്ടികളും നിർബന്ധമായും ഹിന്ദി പഠിക്കുന്ന തരത്തിലാവും ഭാഷാ പദ്ധതി. മാതൃഭാഷയ്ക്കും ഇംഗ്ലീഷിനും പുറമെ ഹിന്ദിക്കും പ്രാധാന്യം നൽകുന്നതാണ് ദേശീയ വിദ്യാഭ്യാസ നയം. നയപരമായി NEP-യെ എതിർക്കുമ്പോഴും ത്രിഭാഷാ പരിപാടിക്കനുസരിച്ച് മുന്നോട്ടു നീങ്ങാനാണ് കേരളത്തിന്റെ തീരുമാനം. അതിഥി തൊഴിലാളികളുടെ മക്കൾ കൂടുതലായി പൊതുവിദ്യാലയങ്ങളിൽ ചേരുന്നുണ്ട്. അവരെ ആകർഷിക്കാനും ഹിന്ദി പഠനം ഉപകരിക്കും. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. ഗുരുവായൂർ ദേവസ്വത്തിൽ കൊമ്പന്മാർക്ക് സുഖചികിത്സ തുടങ്ങി. മന്ത്രി K രാജൻ ആനയ്ക്ക് ആദ്യ ഉരുള നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷത വഹിച്ചു. MK അക്ബർ MLA മുഖ്യാതിഥിയായി. നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശൈലജ സുധൻ, ഭരണസമിതി അംഗങ്ങളായ C മനോജ്, KP വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു. ആന ചികിത്സ വിദഗ്ധരായ ഡോക്ടർ PB ഗിരിദാസ്, ഡോക്ടർ TS രാജീവ്, ഡോക്ടർ MN ദേവൻ നമ്പൂതിരി, ഡോക്ടർ K വിവേക് എന്നിവരുടെ മേൽനോട്ടത്തിലാണ് സുഖചികിത്സ. വർഷം തോറും ആനകൾക്ക് സുഖചികിത്സ നൽകുന്ന ദേവസ്വം ഗജപരിപാലന പദ്ധതി തുടങ്ങിയിട്ട് 35 വർഷമായി. ചാലക്കുടി പോട്ട പാലസ് ആശുപത്രിക്ക് സമീപം എഴുന്നള്ളത്ത് പാത റോഡിൽ കുടിവെള്ള പൈപ്പ് പൊട്ടുന്നത് പതിവായിട്ടും MLA, നഗരസഭ ചെയർമാൻ എന്നിവർ ഇടപെടുന്നില്ലെന്നാരോപിച്ച് LDF-ന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കാലങ്ങളായി ഇവിടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാവുകയും റോഡിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ട് ബന്ധപ്പെട്ടവർ ഇടപെടുന്നില്ലെന്ന് സമരക്കാർ കുറ്റപ്പെടുത്തി. പൊട്ടിയ പൈപ്പിന്റെ കേടുപാടുകൾ തീർക്കുമ്പോൾ അടുത്ത ദിവസം ഇതേ പൈപ്പിന്റെ മറ്റൊരു ഭാഗത്ത് വീണ്ടും പൊട്ടുന്ന അവസ്ഥയാണ്. തകരാറുകൾ ശാശ്വതമായി പരിഹരിക്കാൻ MLA, നഗരസഭ ചെയർമാൻ എന്നിവർ ഇടപെടുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. MLA പ്രശ്നത്തിൽ ഇടപെടുക, ഈ പ്രദേശത്തോടുള്ള നഗരസഭയുടെ അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് LDF 35-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിച്ചത്. LDF കൺവീനർ TP ജോണി ഉദ്ഘാടനം ചെയ്തു. PM സത്യപാലൻ അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗം ജിൽ ആന്റണി, രാജീവ് തേവാലിൽ,
MK ചന്ദ്രൻ, റാഫി പട്ടത്ത്, ജോസ് പുല്ലൻ എന്നിവർ സംസാരിച്ചു. വായന മാസാചരണത്തിന്റെ ഭാഗമായി മാള ഗവൺമെന്റ് LP സ്കൂളിൽ കുട്ടികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് KA തോമസ് മാസ്റ്റർ സ്മാരക ഗ്രന്ഥശാല, CK കൃഷ്ണൻ മാസ്റ്റർ സ്മാരക റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ ആക്ഷൻ സോങ്, കഥ പറയൽ, വായനാ മത്സരം, പദ്യം ചൊല്ലൽ, കവിതാ പാരായണം, കഥാസ്വാദനം തുടങ്ങിയ മത്സരങ്ങളാണ് സംഘടിപ്പിച്ചത്. വാർഡ് മെമ്പർ സാബു പോൾ എടാട്ടുകാരൻ അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി കമ്മിറ്റി അംഗങ്ങളായ ഭരണസമിതി അംഗം KV രഘു, ഉഷ ബാലൻ, പ്രധാനാധ്യാപിക വിൻസി, ലൈബ്രറിയൻ അനീഷ PV എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് ഗ്രന്ഥശാല മാളവി സാഹിത്യ കൂട്ടായ്മ അംഗങ്ങളായ CI നൌഷാദ്, KC വർഗീസ്, മോഹൻ മച്ചാട്ട്, അനിത ജയരാജ്, S സോമസുന്ദരം എന്നിവരായിരുന്നു വിധികർത്താക്കൾ. വായനാ ദിനമായിട്ട് ആചരിച്ചു കൊണ്ടുപോകുന്ന ഈ സമയത്ത് ഇതിൻ്റെ വായനയുടെ ഒരു ഭാഗമായി കൊച്ചുമക്കൾക്ക് അറിവുകൾ പകർന്നു തരുന്നതിന് വേണ്ടി ഇന്ന് വിവിധതരം മത്സര പരിപാടിയിലേക്ക് വായനശാലയുടെ നേതൃത്വത്തിൽ വരുന്ന എന്തൊരു പരിപാടി നമ്മുടെ ലൈബ്രറിയൻ അനീഷ മുൻപന്തിൽ നിന്ന് തന്നെ പഞ്ചായത്തിനോടൊപ്പം ചേർന്ന് എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് ആ വ്യക്തിത്വം. അത് ഇന്നും നല്ല മേഖലകളിലേക്ക് നമുക്ക് പടുത്തുയർത്താനായിട്ട് നമ്മുടെ കൊച്ചുമക്കളെ നമ്മളുടെ പഞ്ചായത്തിലേക്ക് കിട്ടിയ MLP സ്കൂള് പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നത് എല്ലാ കാര്യങ്ങൾക്കും പോരായ്മകൾ തീർത്തുകൊണ്ട് നമുക്ക് പോകാൻ സാധിക്കുന്നുണ്ട്. മാള കാർമൽ ഓട്ടോണമസ് കോളേജിൽ വിജ്ഞാനോത്സവം സംഘടിപ്പിച്ചു. ഇന്റർനാഷണൽ മൈൻഡ് ട്രെയിനറും മോട്ടിവേഷണൽ സ്പീക്കറും പോലീസ് ഓഫീസറുമായ ഫിലിപ്പ് മമ്പാട് ഉദ്ഘാടനം ചെയ്തു. അപ്പം ഫറൂഖ് കോളേജിലാണ് അതിൻ്റെ മകൻ BA ഇംഗ്ലീഷ് പഠിച്ചത്. ശേഷം അവിടെ PG ചെയ്യാൻ പോയത്. അപ്പോൾ ഈ കാർമൽ കോളേജിനെ കുറിച്ച് അന്ന് എൻ്റെ മകനെന്ന് പറഞ്ഞ ഒന്നിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക. കാരണം ഇവിടുത്തെ അധ്യാപകരുടെ പ്രയത്നങ്ങളും ഈ കോളേജിലെ അച്ചടക്കങ്ങളും ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും ഇവിടുത്തെ മാനേജ്മെൻറ്റും രീതികളെല്ലാം കുറിച്ചും ഒരുപക്ഷെ 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പോലീസ് ഓഫീസർ രീതിയാണ് കണ്ടു കേട്ട് മനസ്സിലാക്കാൻ ശ്രമം നടത്തുകയും ഈ കോളേജിനെ കുറിച്ച് അഭിമാനം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഇന്ന് ഈ മഹത്തരമായ സ്ഥാപനത്തിലേക്ക് നിങ്ങളെന്ന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പടി കൂടെ നിങ്ങൾക്ക് അറിവ് നേടാൻ വന്നിരിക്കുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനം എന്തുകൊണ്ടും നിങ്ങളുടെ ജീവിതത്തിന് ഓരോ അടുക്കും ചുറ്റും നിങ്ങൾക്ക് പകർന്നു നൽകുന്ന കാര്യമാണ് സംശയമില്ല. തീർച്ചയായിട്ടും മഹത്തരമായ ഈ ഒരു നല്ല ചടങ്ങ് ആരംഭം 2K-25 പ്രത്യേകിച്ച് ഇലക്ഷൻ പ്രോഗ്രാം എൻ്റെ ആ നേരിട്ടുള്ള നാമത്തിൽ ഔപചാരികമായി ഉദ്ഘാടനം പ്രഖ്യാപിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. നവാഗതരെ സ്വീകരിച്ച ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ റീനി റാഫേൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ജിഷ ചാക്കുണ്ണി, അധ്യാപകരായ ഡോക്ടർ ബിന്ദു KB, ഡോക്ടർ ജിസ്മി ജോസഫ്, രാജേശ്വരി PK, വിദ്യാർത്ഥി പ്രതിനിധി അനില TP എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ വിഷയങ്ങളിലായി ഫിലിപ്പ് മമ്പാട്, നിസാം അഹമ്മദ് എന്നിവർ നേതൃത്വം നൽകിയ സെഷനുകൾ ഉണ്ടായിരുന്നു. കൊഴൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ ക്രിയേറ്റീവ് കോർണറിന്റെ ഉദ്ഘാടനം ജൂലൈ 4 നടത്തുമെന്ന് അധികൃതർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. 5-6 ക്ലാസ്സിലെ കുട്ടികൾക്കാണ് തൊഴിൽ അധിഷ്ഠിതമായിട്ടുള്ള ഈ ഒരു സംരംഭം പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെടുത്തി ഗവൺമെൻറ് നടപ്പിലാക്കുന്നതിന് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്ലംബിംഗ്, അതുപോലെ കുക്കിംഗ്, അതുപോലെ എംബ്രോയ്ഡറി എന്ന് തുടങ്ങിയുള്ള ജീവിതത്തോട് അടുത്ത് നിൽക്കുന്ന ഓരോ പ്രക്രിയയുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് കുട്ടികൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. രാവിലെ 11 മണിക്ക് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ് സ്പോർട്സ് കിറ്റ് ഉദ്ഘാടനം ചെയ്യും. പ്രധാനാധ്യാപിക MD ജീജ, PTA പ്രസിഡന്റ് PR ബിനുരാജ് എന്നിവർ പത്രസമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു. അപ്പോൾ SSK വഴി തന്ന് നമ്മുടെ ക്ലാസ് റൂമുകളിൽ കുട്ടികൾക്ക് തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കേക്ക് നിർമ്മാണം, തയ്യൽ, അതേപോലെ ചെറിയ രീതിയിലുള്ള സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ അവർക്ക് സ്വന്തമായിട്ട് വേണ്ടി ചെയ്യാൻ പറഞ്ഞിട്ട് അവരെ പ്രാപ്തമാക്കുന്ന ഒരു പ്രോജക്റ്റാണിത്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് നമ്മുടെ ഈ സമീപ പ്രദേശങ്ങളിൽ ആദ്യമായിട്ടാണ് നമ്മുടെ
ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഈ ക്രിയേറ്റീവ് ഫോർമുല പ്രോജക്റ്റ് വരുന്നത് മറ്റൊരു സ്കൂളുകളിൽ വരാൻ ഇപ്പം നിലവിൽ അനുവദിച്ചിട്ടില്ല. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഇന്റഗ്രേറ്റഡ് MSc മാത്തമാറ്റിക്സിൽ 2ാം റാങ്ക് കരസ്ഥമാക്കിയ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി പത്മകുമാറിന്റെ മകൾ കുമാരി ഉണ്ണിമായെ മാള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആദരിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NS വിജയൻ ഉപഹാരം നൽകി. മുൻ ബ്ലോക്ക് പ്രസിഡന്റ് PD ജോസ്, ബ്ലോക്ക് ഭാരവാഹികളായ മുഹമ്മദ് ഫൗസി, P സന്തോഷ് കുമാർ, VA മുരളി, സിൽവി സേവ്യർ, AC ജോയ് എന്നിവർ പ്രസംഗിച്ചു. ശ്രീനാരായണപുരം പഞ്ചായത്തിൽ രൂക്ഷമായ ശുദ്ധജലക്ഷാമം അനുഭവപ്പെടുന്ന ഗോതുരത്ത് ദ്വീപിലേക്ക് പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി. കയ്പമംഗലം MLA ET ടൈസന്റെ ഇടപെടലിലൂടെയാണ് 30 ലക്ഷം രൂപ ചിലവഴിച്ച് വാട്ടർ അതോറിറ്റി പുതിയ ജലവിതരണ സംവിധാനം ഒരുക്കുന്നത്. മതിലകത്തെ ജലസംഭരണിയിൽ നിന്നും നേരിട്ട് ഗോതുരത്തിലേക്ക് ഹോട്ട് ലൈൻ വഴി കുടിവെള്ളം എത്തിക്കുന്നതാണ് പുതിയ പദ്ധതി. ഇതോടൊപ്പം 5ാം പരുത്തിയിൽ നിന്നും കോതപ്പറമ്പിലേക്കും ഹോട്ട് ലൈൻ സ്ഥാപിച്ചിട്ടുണ്ട്. ഹോട്ട് ലൈൻ സ്ഥാപിക്കുന്ന പ്രവൃത്തിയുടെ പുരോഗതി വിലയിരുത്താൻ ET ടൈസൺ, ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ എന്നിവരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ പദ്ധതി പ്രദേശം സന്ദർശിച്ചു. 1 വർഷമായിട്ടും പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ച് സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചാലക്കുടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കരിദിനം ആചരിച്ചു. ചാലക്കുടി ബ്ലോക്ക് ഓഫീസിന് മുമ്പിൽ നടത്തിയ പ്രതിഷേധ യോഗം സംസ്ഥാന കൗൺസിൽ അംഗം ഡോക്ടർ ജോസ് കുര്യൻ കാട്ടുകാരൻ ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് V ഹരിദാസ് അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് ജോർജ് മാളിയേക്കൽ, ജയ സുരേന്ദ്രൻ, ലൂയിസ് മേലേപ്പുറം, PC പൗലോസ്, PA ഫ്രാൻസിസ്, സാറാമ തോമസ്, ലോനപ്പൻ വെണ്ണാട്ടുപറമ്പിൽ, P വർഗീസ്, KA മോഹനൻ എന്നിവർ സംസാരിച്ചു. അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ മുറി അടച്ചുപൂട്ടിയ ചാലക്കുടി നഗരസഭയുടെ നടപടി വിവാദമായതോടെ അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് ഐക്യദാർഢ്യമായ സർവീസ് സംഘടനകൾ. വിവിധ സംഘടനകളിലെ ജില്ലാ നേതൃത്വത്തിൽ സംയുക്താഭിമുഖ്യത്തിൽ ടൗണിൽ പ്രകടനം നടത്തി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 100 കണക്കിന് ഉദ്യോഗസ്ഥർ പ്രകടനത്തിൽ പങ്കെടുത്തു. തുടർന്ന് നഗരസഭ ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി. ലീഫ് പ്രസിഡന്റ് പോൾ ഇടയനാട് അധ്യക്ഷനായി. ഫില സംസ്ഥാന ജനറൽ സെക്രട്ടറി നെബിൽ വില്യംസൺ, മുഹമ്മദ് റാഫി എന്നിവർ സംസാരിച്ചു. അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ഭാഗത്ത് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ പരിശോധിച്ച് നടപടിയെടുക്കുന്നതിൽ എതിരല്ല. എന്നാൽ അകാരണമായി ജോലി തടസ്സപ്പെടുത്തുന്നതും ഓഫീസ് താഴിട്ട് പൂട്ടുന്നതും നഗരസഭ ചെയർമാന്റെയും സെക്രട്ടറിയുടെയും ധിക്കാരമാണെന്ന് അത് വെച്ച് പൊറുപ്പിക്കാനാവില്ലെന്നും സമരക്കാർ പറഞ്ഞു. കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ GK ക്ലബിന്റെ നേതൃത്വത്തിൽ കുട്ടികൾ സമാഹരിച്ച നുഗാലിക പ്രസ്ഥാനമായ 1000ഓളം ചോദ്യങ്ങൾ ഉൾച്ചേർത്ത പുസ്തകമായ അറിവോർമ്മകൾ പൊതുവിജ്ഞാന ശേഖരമായി മാധ്യമപ്രവർത്തകൻ K പ്രസാദ് പ്രകാശനം ചെയ്തു. മാതൃസംഘം പ്രസിഡന്റ് CB സുരേഷ് അധ്യക്ഷത വഹിച്ചു. വിദ്യാലയത്തിലെ കുട്ടികളെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുപ്പിക്കാനും ആനുകാലിക പരിജ്ഞാനം വളർത്താനും ഉദ്ദേശിച്ച് പ്രവർത്തിച്ചു വരുന്ന GK ക്ലബിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചാണ് പ്രകാശനം നടത്തിയത്. പ്രധാന അധ്യാപിക ജിഷ മാത്യു, സ്റ്റുഡന്റ് കൺവീനർ നിവേദ് TS എന്നിവർ സംസാരിച്ചു. അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. സാധാരണക്കാരുടെ ആശ്രയമായ സർക്കാർ ആശുപത്രികളോടുള്ള പിണറായി സർക്കാരിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് SN പുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പടിഞ്ഞാറെ വെമ്പലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യമേഖലയെ ദുരന്തക്കയത്തിലേക്ക് തള്ളിവിട്ട് പാവപ്പെട്ട രോഗികളെ കഷ്ടത്തിലാക്കിയ ആരോഗ്യമന്ത്രി വീണ ജോർജ് സ്ഥാനമൊഴിയാൻ തയ്യാറാവണമെന്ന് അനിൽ പുളിക്കൻ ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ ജനങ്ങളെ അണിനിരത്തി ശക്തമായ സമരങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രസിഡന്റ് പ്രൊഫസർ KA സിറാജ് അധ്യക്ഷത വഹിച്ചു. ഏറിയാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ KR അശോകൻ, സൈനുദ്ദീൻ കാട്ടകത്ത്, ബ്ലോക്ക് ട്രഷറർ അബ്ദുൾ റഹ്മാൻ കുട്ടി, മഹിളാ കോൺഗ്രസ് ജില്ലാ രക്ഷാധികാരി CB ജയലക്ഷ്മി, മണ്ഡലം വൈസ് പ്രസിഡന്റ് സലാം കുഴുപ്പുള്ളി, PD വിജയൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PM ഷിംനാസ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മാലിന്യ കൂമ്പാരമായി ആധുനിക അറവുശാല. വെള്ളാമ്പലൂർ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് ജംഗ്ഷനും മനക്കലപ്പടിക്കുമിടയിൽ സംസ്ഥാന പാതക്കരികിലായി സ്ഥിതി ചെയ്യുന്ന ആധുനിക അറവുശാലയാണ് മാലിന്യം നിറഞ്ഞ ഇഴജന്തുക്കളുടെ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുന്നത്.
എടവിലങ്ങിൽ പെരുന്തോടിനു കുറുകെയുള്ള നടപ്പാലം തകർന്നു. 9-ാം വാർഡിൽ ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച കോൺക്രീറ്റ് പാലമാണ് തകർന്നത്. ഗുരുവായൂർ ദേവസ്വത്തിൽ കൊമ്പന്മാർക്ക് സുഖചികിത്സ തുടങ്ങി. മന്ത്രി കെ രാജൻ ആനയ്ക്ക് ആദ്യ ഉരുള നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.